നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഭരണഘടന സംബന്ധിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കാൻ ഭരണഘടനാ സന്ദേശയാത്ര മഞ്ചേശ്വരത്ത് നിന്ന് പ്രയാണം ആരംഭിച്ചു. പി കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. വെള്ളരിക്കുണ്ടിൽ വൈക്കോൽ ലോറിക്ക് തീപിടിച്ചു. തീ പടർന്നത് വൈദ്യുതി ലൈനിൽ നിന്ന്. ഡ്രൈവർ പുറത്തിറങ്ങി രക്ഷപ്പെട്ടതിനാൽ ആളപായമില്ല. പെരിയയിൽ ജനവാസ മേഖല ഉൾപ്പെടുന്ന 50 ഏക്കർ സ്ഥലത്ത് വൻ തീപിടുത്തം. തീയണച്ചത് നാട്ടുകാരുടെയും അഗ്നിരക്ഷാ സേനയുടെയും മണിക്കൂറുകളുടെ പരിശ്രമത്തിന് ഒടുവിൽ. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടർ തീവെച്ച് നശിപ്പിച്ചു. പള്ളം റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ വിജയശ്രീയുടെ സ്കൂട്ടറാണ് തീവെച്ച് നശിപ്പിച്ചത്. സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂളുകളോടുള്ള സർക്കാർ അവഗണന. സംയുക്ത സമരസമിതി 17-ന് കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തും. ഹർത്താൽ ദിനത്തിൽ അക്രമത്തിനിരയായ ബായാറിലെ അബ്ദുൽ കരീം മുസ്ലിയാരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കണമെന്ന ആവശ്യവുമായി PDP രംഗത്ത്. ഉന്നതതല അന്വേഷണം വേണമെന്നും നേതാക്കൾ. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ മഞ്ചേശ്വരം താലൂക്ക് കമ്മിറ്റി നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിന് ജനപിന്തുണയേറുന്നു. ഉപ്പള റെയിൽവേ സ്റ്റേഷന്റെ ദുരവസ്ഥയ്ക്ക് കാരണം ഉദ്യോഗസ്ഥരുടെ മാടമ്പി സ്വഭാവമാണെന്ന് P കരുണാകരൻ MP. വാർത്തകൾ വിശദമായി. ഭരണഘടന സംബന്ധിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കാൻ ഭരണഘടനാ സന്ദേശയാത്ര മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ചു. മഞ്ചേശ്വരം ഗോവിന്ദ പൈ നഗറിൽ നിന്ന് ആരംഭിച്ച സംസ്ഥാനതല യാത്ര P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. കേരള നിയമസഭ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ സാക്ഷരതാ മിഷൻ സംഘടിപ്പിക്കുന്ന ഭരണഘടനാ സാക്ഷരതാ ജനകീയ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായാണ് സന്ദേശയാത്ര സംസ്ഥാനത്ത് നടത്തുന്നത്. സാമൂഹിക ദുരാചാരങ്ങൾ വ്യവസ്ഥാപിതമായി പ്രചാരത്തിലുണ്ടായിരുന്ന രാജ്യത്ത് ജനങ്ങളെ പൗരസമൂഹമായി പരിവർത്തിപ്പിച്ചത് ഭരണഘടനയാണെന്ന് യാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് P കരുണാകരൻ MP പറഞ്ഞു. മൂല്യബോധമുള്ള ഒരു തലമുറയുടെ വികാസത്തിന് ഭരണഘടനാ സാക്ഷരതാ യാത്ര കരുത്ത് പകരുമെന്നും അദ്ദേഹം പറഞ്ഞു. യാത്രയുടെ പതാക ജാഥ ക്യാപ്റ്റൻ, സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ഡയറക്ടർ ഡോക്ടർ PS ശ്രീകല P കരുണാകരൻ MPയിൽ നിന്നും ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ അധ്യക്ഷത വഹിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനി ക്യാപ്റ്റൻ KMK നമ്പ്യാരെ ഉദ്ഘാടന വേദിയിൽ MP ആദരിച്ചു. മഞ്ചേശ്വരം ബ്ലോക്ക് പ്രസിഡന്റ് AKM അഷ്റഫ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മമത ദിവാകർ, ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഷാജു ജോൺ, മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ അസീസ് ഹാജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുഹമ്മദ് മുസ്തഫ, മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KMK അബ്ദുൽ റഹ്മാൻ ഹാജി, സിയാന, ബ്ലോക്ക് BDO നൂതനകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ 52 കേന്ദ്രങ്ങളിലൂടെ കടന്നുപോകുന്ന യാത്ര ജനുവരി 24-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. സ്വീകരണ കേന്ദ്രങ്ങൾക്ക് സാമൂഹിക സാംസ്കാരിക നവോത്ഥാന നായകരുടെ പേരാണ് നൽകിയിരിക്കുന്നത്. യാത്രയ്ക്ക് ജില്ലയിൽ കാസർഗോഡ് T ഉബൈദ് നഗറിൽ NA നെല്ലിക്കുന്നി MLA യുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. സ്കൂളിന്റെ മുറ്റത്തേക്ക് പോലും ചെന്നെത്താൻ പറ്റാത്ത ആളുകൾക്ക് SSLC പരീക്ഷ എഴുതുവാനും +2 പരീക്ഷ എഴുതുവാനും സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് സാക്ഷരതാ മിഷൻ കൊണ്ടാണ് എന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും. ഞാൻ ഡയറക്ടറോട് ഇപ്പോൾ സംസാരിച്ചു. +2 വരെയാണ് ഇപ്പോൾ തുല്യതാ പരീക്ഷ ഉള്ളത്. അത് പോരാ, ഡിഗ്രി തലം വരെ അത് വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK കുമാരൻ അധ്യക്ഷത വഹിച്ചു. സാക്ഷരതാ മിഷൻ ഡയറക്ടർ ഡോക്ടർ PS ശ്രീകല മുഖ്യപ്രഭാഷണം നടത്തി. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TD കബീർ, കാറടുക്ക പഞ്ചായത്ത് പ്രസിഡന്റ് അനസൂയ റൈ, മുളിയാർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാകരൻ, ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശകുന്തള കൃഷ്ണൻ, ചെമ്മനാട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A ഷാസിയ, സംഘാടക സമിതി ചെയർമാൻ രാജൻ K പൊയ്നാശി, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷാജു ജോൺ, സാക്ഷരതാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ശാസ്ത പ്രസാദ്, നോഡൽ പ്രേരക് പുഷ്പകുമാരി, തങ്കമണി, D വിജയമ്മ, MA നജീബ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. വെള്ളരിക്കുണ്ട് മാലോം ടൗണിൽ വൈക്കോലുമായി പോവുകയായിരുന്ന ലോറിക്ക് തീപിടിച്ചു. വൈദ്യുതി ലൈനിൽ നിന്നാണ് ലോറിയിലേക്ക് തീ പടർന്നത്. സംഭവത്തിൽ ലോറി പൂർണ്ണമായും കത്തിനശിച്ചു. അപകടം ശ്രദ്ധയിൽപ്പെട്ടയുടൻ ഡ്രൈവർ പുറത്തിറങ്ങി രക്ഷപ്പെട്ടതിനാൽ ആളപായം ഇല്ല. വെള്ളരിക്കുണ്ട് മാലോം ടൗണിൽ വെച്ചാണ് ലോറിക്ക് തീപിടിച്ചത്. വാഹനം നിറയെ വൈക്കോലായിരുന്നു. വൈദ്യുതി ലൈനിൽ നിന്ന് ലോറിയിലെ വൈക്കോലിലേക്ക് തീ പടരുകയായിരുന്നു. സംഭവത്തിൽ ലോറി പൂർണ്ണമായും കത്തിനശിച്ചു.
അപകടം ശ്രദ്ധയിൽപ്പെട്ടയുടൻ ഡ്രൈവർ ചാടി രക്ഷപ്പെട്ടതിനാൽ ജീവന് അപായമുണ്ടായില്ല. സംഭവസ്ഥലത്ത് തടിച്ചുകൂടിയ നാട്ടുകാരാണ് പിന്നീട് തീയണച്ചത്. ന്യൂസ് ഡെസ്ക് KCN. പെരിയയിൽ ജനവാസ മേഖല ഉൾപ്പെടുന്ന 50 ഏക്കർ സ്ഥലത്ത് വൻ തീപിടുത്തം. പ്രദേശത്തോട് ചേർന്ന് 20ഓളം വീടുകൾ ഉണ്ടായത് ഏറെ ആശങ്കയ്ക്കിടയാക്കിയെങ്കിലും നാട്ടുകാരും അഗ്നിരക്ഷാസേനയും കൈകോർത്തതോടെ മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിൽ തീയണച്ചു. നാട്ടുകാരും അഗ്നിരക്ഷാസേനയും സമയോചിതമായി ഇടപെട്ടതോടെയാണ് ജനവാസ മേഖല ഉൾപ്പെടുന്ന പെരിയോക്കിയിൽ വൻ ദുരന്തം ഒഴിവായത്. വേഗത്തിൽ പടർന്ന തീ സ്വകാര്യ വ്യക്തികളുടെയും പ്ലാന്റേഷന്റെയും തോട്ടത്തിലേക്ക് വ്യാപിച്ചു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ തീയണക്കുവാൻ രംഗത്തിറങ്ങി. കയ്യിൽ കിട്ടിയ പാത്രങ്ങളിൽ വെള്ളവുമായി എത്തിയാണ് സ്ത്രീകൾ തീയണച്ചത്. അഗ്നിരക്ഷാ സേനയും എത്തിയതോടെ നാട്ടുകാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. തീ പടർന്ന ഇടങ്ങളിൽ വാഹനങ്ങൾ എത്തുവാൻ സൗകര്യമില്ലാത്തതിനാൽ കിണറുകളിൽ നിന്ന് പാത്രങ്ങളിൽ ശേഖരിച്ചാണ് നാട്ടുകാർ വെള്ളമെത്തിച്ചത്. 2 മണിക്കൂറോളം കൂട്ടായി പരിശ്രമിച്ചാണ് തീയണച്ചത്. 50 ഏക്കറോളം സ്ഥലത്ത് തീ പടർന്നു. കാട്ടുപുല്ലും മരങ്ങളും കത്തിനശിച്ചു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഫയർ ബെൽറ്റ് തീർത്തതിനാൽ കൂടുതൽ ഭാഗങ്ങളിലേക്ക് തീ പടരുന്നത് ഒഴിവായി. കാഞ്ഞങ്ങാട്ടു നിന്നെത്തിയ അഗ്നിരക്ഷാസേനയ്ക്ക് ലീഡിംഗ് ഫയർമാൻ K. ഗോപാലകൃഷ്ണൻ, ഫയർമാൻമാരായ ദിലീപ്, ശ്രീജിത്ത്, അരുൺകുമാർ, ഫയർമാൻ ഡ്രൈവർ KT ചന്ദ്രൻ, ഹോംഗാർഡ് A. സുധാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് KCN. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടർ തീവച്ച് നശിപ്പിച്ചു. നെല്ലിക്കുന്ന് കസബ കടുപ്പുറം സ്വദേശിനിയും പള്ളം റെയിൽവേ മേൽപ്പാലത്തിന് സമീപം താമസക്കാരിയുമായ വിജയശ്രീയുടെ സ്കൂട്ടറാണ് തീവച്ച് നശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് അജ്ഞാതർ സ്കൂട്ടർ തീവച്ച് നശിപ്പിച്ചത്. പെട്രോൾ ഒഴിച്ചാണ് സ്കൂട്ടറിന് തീവച്ചത്. തീ പടർന്ന് വീടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സംഭവത്തിൽ വിജയശ്രീയുടെ പരാതിയിൽ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചു. കുറേ ശല്യം ചെയ്യുന്നു. എൻ്റെ അന്നം പോലെ എൻ്റെ ഭർത്താവ് നാട്ടിലില്ല, ഭർത്താവ് ദുബൈയിലുള്ളത്. കുറേ ശല്യം. ഞാൻ 3 പ്രാവശ്യം കേസ് കൊടുത്തു. എൻ്റെ മേൽ പഞ്ച സെല്ലിലും കൊടുത്തു, മറ്റേ ഫിലിംഗ് സ്റ്റേഷനിലും കൊടുത്തു. അപ്പം അവരെല്ലാം ഇതാക്കിനും 3ാമത്തേലും കുറച്ച് അടങ്ങിന് ഇപ്പം ആദ്യം തുടങ്ങി. യുവതിയുടെ പരാതിയിൽ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുമുണ്ട്. ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് ഡെസ്ക് KCN. സ്പെഷ്യൽ സ്കൂൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ 17-ന് കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തും. സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂളുകളോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് മാർച്ചും ധർണയും നടത്തുന്നതെന്ന് സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്പെഷ്യൽ സ്കൂൾ സമഗ്ര പാക്കേജ് ഈ അധ്യയന വർഷം തന്നെ നടപ്പിലാക്കുക, എയ്ഡഡ് പദവി അംഗീകരിക്കുക, തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകുക, 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾക്ക് തൊഴിൽ പരിശീലനവും അർഹമായ തൊഴിലും നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണാ സമരം നടത്തുന്നത്. അനുകൂല തീരുമാനമെടുത്തില്ലെങ്കിൽ 25 മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് പഠനവും പരിശീലനവും പുനരധിവാസവും നൽകി വരുന്ന സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂളുകളോടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ ഈ മാസം 17-ന് വ്യാഴാഴ്ച സംസ്ഥാനത്തെ എല്ലാ കലക്ടറേറ്റുകൾക്ക് മുമ്പിൽ ധർണയും മാർച്ചും നടത്തുവാൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെ സമരസമിതി യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന മുദ്രാവാക്യമാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന അധ്യാപകരും അധ്യാപകേതര ജീവനക്കാർക്കും പറയുവാനുള്ളത്. ഈ രംഗത്തുള്ള മറ്റ് സ്ഥാപനങ്ങൾ നൽകുന്ന ഇതിൽ പകുതി തുക പോലും നമ്മുടെ സ്പെഷ്യൽ സ്കൂളുകളിലുള്ള അധ്യാപകർക്ക് ലഭിക്കുന്നില്ല. ഈ രംഗത്ത് സംസ്ഥാന സർക്കാർ ആവശ്യമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഏറ്റവും വേഗം ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ മാസം 25-ന് നിയമസഭ ആരംഭിക്കുന്നതിന് തൊട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുവരെ നിരന്തരമായ സമര പോരാട്ടങ്ങൾക്കാണ് ഞങ്ങൾ മുൻകൈ എടുത്തുകൊണ്ടിരിക്കുന്നത്. T. മുഹമ്മദ് അസ്ലം, സിസ്റ്റർ ജിസ്മിരിയ, MBM അഷ്റഫ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഹർത്താൽ ദിനത്തിൽ അക്രമത്തിനിരയായി ചികിത്സയിൽ കഴിയുന്ന ബായാറിലെ അബ്ദുൽ കരീം മുസ്ലിയാരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കണമെന്ന ആവശ്യവുമായി PDP രംഗത്ത്. ഹർത്താലിന്റെ മറവിൽ നടന്ന അക്രമങ്ങളിൽ ഉന്നതതല അന്വേഷണം വേണമെന്നും നേതാക്കൾ മഞ്ചേശ്വരം പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഈ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷന്റെയും കുമ്പള പോലീസ് സ്റ്റേഷന്റെയും പരിധിയിൽ RSSന്റെ പരിശീലനം ലഭിച്ച കലാപകാരികൾ
വളരെ വ്യവസ്ഥാപിതമായി കലാപം നടത്തുന്നതും മനുഷ്യത്വരഹിതമായ രീതിയിൽ പെരുമാറുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇന്ന് ഹോസ്പിറ്റലിൽ അത്യാസന്ന നിലയിൽ കഴിയുകയാണ്. അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിലെ മുഴുവൻ ചെലവും കേരള സർക്കാർ വഹിക്കണമെന്ന് PDP ആവശ്യപ്പെടുകയാണ്. PDP സംസ്ഥാന ജനറൽ സെക്രട്ടറി SM ബഷീർ, ജില്ലാ പ്രസിഡന്റ് റഷീദ് മുട്ടന്തല, സെക്രട്ടറി യൂനുസ് തളങ്കര, MKE അബ്ബാസ്, അബ്ദുൽ റഹ്മാൻ പുത്തികെ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കാസർഗോഡ് തുരുത്തി MMUP സ്കൂളിന് പുത്തൻ കമ്പ്യൂട്ടർ നൽകി. സ്കൂളിനായി P കരുണാകരൻ MPയുടെ വികസന ഫണ്ടിൽ നിന്നാണ് കമ്പ്യൂട്ടർ അനുവദിച്ചത്. സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ P കരുണാകരൻ MP കമ്പ്യൂട്ടറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ തീർച്ചയായിട്ടും പ്രയാസപ്പെടും. കാരണം അവർക്ക് കമ്പ്യൂട്ടർ അറിയില്ല, പുസ്തകം കണ്ടിട്ടില്ല, ലാബ് കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഭാവി ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ചിടത്തോളം പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം MP ഫണ്ടിൽ നിന്ന് ഏറ്റവും അധികം. ചടങ്ങിൽ സമീറ റസാഖ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് T ഉഷാകുമാരി, TA അബൂബക്കർ, മുഹമ്മദ് അഷ്റഫ്, TA ഷാഫി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് KCN. ഉപ്പള റെയിൽവേ സ്റ്റേഷന്റെ ദുരവസ്ഥയ്ക്ക് കാരണം ഉദ്യോഗസ്ഥരുടെ മാടമ്പി സ്വഭാവമാണെന്നും ഈ അവഗണന അവസാനിപ്പിച്ചില്ലെങ്കിൽ സമരസമിതിയുടെ കൂടെ നിന്ന് ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും P കരുണാകരൻ MP. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ മഞ്ചേശ്വരം താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ഉപ്പള റെയിൽവേ സ്റ്റേഷൻ നിലനിർത്തി പുതിയ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്നതുവരെ സമരത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് സമരസമിതി നേതാക്കളോട് MP ആവശ്യപ്പെട്ടു. ഉപ്പള ഈ പ്രദേശത്തിലെ വലിയ ഒരു ടൗണായിട്ട് മാറുകയാണ്. ചിലപ്പോൾ അടുത്ത് നമ്മൾ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യയുമായി ബന്ധപ്പെട്ട ഒരു മുനിസിപ്പാലിറ്റി ആകുന്നുണ്ടെങ്കിൽ അത് ഉപ്പളയായിരിക്കും. കാരണം അത്രയേറെ ജനസംഖ്യയുള്ള ഒരു പ്രദേശമാണ് ഉപ്പള. മാത്രമല്ല നമ്മുടെ താലൂക്കിൻ്റെ തലസ്ഥാനമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അത്തരം ചുറ്റുപാടിൽ പുതിയ ഓഫീസുകൾ വരുമ്പോൾ ഇവിടെ ആളുകൾക്ക് വരേണ്ടതുണ്ട്, ഇവിടെ നിന്ന് പോകേണ്ടതുണ്ട്, മറ്റ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഉപ്പള റെയിൽവേ സ്റ്റേഷന് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് റെയിൽവേ ചെയ്യേണ്ടത്. അതല്ലാതെ ഉള്ളത് തന്നെ അടച്ചുപൂട്ടുക എന്നുള്ളതല്ല. സമരസമിതി ചെയർമാൻ KF ഇക്ബാൽ ഉപ്പള MPയെ സമരപ്പന്തലിലേക്ക് സ്വീകരിച്ചു. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ താലൂക്ക് പ്രസിഡന്റ് രാഘവ ചേരാൽ അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉപ്പള യൂണിറ്റ് ഭാരവാഹികളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും സമരപ്പന്തലിലെത്തി അഭിവാദ്യമർപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ് K, I ഭാസ്കരൻ, ഹനീഫ് റെയിൻബോ, കമലാക്ഷ പഞ്ച, അശോക് ധീരജ്, KM യൂസഫ്, ജബ്ബാർ പള്ളം, റൈഷാദ് ഉപ്പള, നസീർ, റിയാസ് നോട്ടൌട്ട്, സാദിഖ് ചെറുകോളി, നാസർ ചെർക്കളം, ഉഷ MS, കൊട്ടാരം അബൂബക്കർ, മജീദ് പച്ചമ്പള തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സമരസമിതി നേതാക്കളായ മെഹമ്മൂദ് കൈക്കമ്പ, രാഘവ ചേരാൽ, KF ഇക്ബാൽ, കോസ്മോസ് ഹമീദ്, അഡ്വക്കേറ്റ് കരീം പൂന, നാസർ ഹിദായത്ത് നഗർ, KMK ബദ്രുദ്ദീൻ തുടങ്ങിയവർ സ്റ്റേഷൻ പരിസരത്ത് ശയന പ്രദക്ഷിണം നടത്തി ശുദ്ധികലശം ചെയ്തു. സമരക്കാരെ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് പോലീസ് തടഞ്ഞു. അധികൃതർ ഇടപെട്ടില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് KCN. സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരുടെ രക്ഷിതാക്കൾക്കായുള്ള ശില്പശാല നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗംഗ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരായവരുടെ രക്ഷിതാക്കൾക്കായുള്ള ശില്പശാല നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭ ടൗൺ ഹാളിലാണ് ശില്പശാല നടന്നത്. കാഞ്ഞങ്ങാട് നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗംഗ രാധാകൃഷ്ണൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. അറിവില്ലായ്മ കൊണ്ട് നമുക്ക് കിട്ടേണ്ട ഒരുപാട് അവകാശങ്ങൾ, ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം ശില്പശാലകൾ നമ്മെ ഏറെ കൂടാൻ ചെയ്യുമെന്നാണ് എനിക്ക് ആമുഖമായി നിങ്ങളോട് പറയാനുള്ളത്. നമുക്കറിയാം, പ്രാദേശിക സർക്കാർ മുതൽ ഭിന്നശേഷിക്കാരായ ആൾക്കാരുടെ പരിരക്ഷയ്ക്കായി പ്രത്യേക ശതമാനം ഫണ്ടുകൾ നീക്കിവെച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു നഗരസഭയിലെ ഒരു ഭരണസമിതി അംഗം എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയാണ്, ഇന്ന് നമുക്ക് മനസ്സിന് ഒരു സംതൃപ്തി തരുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ നഗരസഭയിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്.
ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറി സബ് ജഡ്ജ് ഫിലിപ്പ് തോമസ് ഭിന്നശേഷിയുള്ളവരുടെ അവകാശ സംരക്ഷണ നിയമങ്ങൾ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതും മറ്റുള്ളവർ ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്നതും ശിക്ഷാർഹമായ കുറ്റമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നാഷണൽ ട്രസ്റ്റ് സംസ്ഥാന കോർഡിനേറ്റർ ഡി ജോസ് ഡേവിഡ് അധ്യക്ഷനായി. സ്റ്റേറ്റ് കോർഡിനേറ്റർ പി സുരേഷ്, LLC ജില്ലാ കൺവീനർ KV രാമചന്ദ്രൻ, പെയ്ഡ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി മുഹമ്മദ് അസ്ലം, LLC അംഗം EK കൃഷ്ണൻ നായർ, ICDS സൂപ്പർവൈസർ ബേബി, സാമൂഹ്യനീതി വകുപ്പ് ജില്ലാ ഓഫീസ് സൂപ്രണ്ട് MP അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. PF പെൻഷൻ 9,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻസ് കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം നടന്നു. പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം നടന്നു. PF പെൻഷൻ 9,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറി V ജേക്കബ് കോഴിക്കോട് ഉദ്ഘാടനം നിർവഹിച്ചു. PF പെൻഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ സാധാരണ എത്ര കിട്ടും നിങ്ങൾക്ക് പെൻഷൻ കിട്ടുമെന്ന് പറഞ്ഞാൽ ആരും സാധാരണ പറയില്ല. എത്രയാ കിട്ടിയെന്ന് പറഞ്ഞാൽ 50,000 കിട്ടുമോ 50 കിട്ടുമോ എന്നൊന്നും ഇപ്പോൾ ആരും പറയില്ല. കാരണം നമുക്കെല്ലാം കിട്ടുന്നത് ഒരു നാണം കെട്ട പെൻഷനാണ്, ഒരു സംശയമില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സ്ഥാപനമായിരുന്നു, വ്യവസായ സ്ഥാപനമായിരുന്നു മാവൂർ ഗോൾഡ് റൈസിലെ തൊഴിലാളികൾ. ജില്ലാ സെക്രട്ടറി KV കുഞ്ഞമ്പാടി, M രാമൻ, P നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി P കാര്യമ്പു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. PK കണ്ണൻ സ്വാഗതം പറഞ്ഞു. ഭാരവാഹികളായി M കുഞ്ഞമ്പുവിനെ പ്രസിഡന്റായും P കുഞ്ഞിരാമൻ, C ബാലകൃഷ്ണൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും P കാര്യമ്പുവിനെ സെക്രട്ടറിയായും PK കണ്ണൻ, P നാരായണി എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും K കുഞ്ഞിക്കണ്ണനെ ട്രഷററായും തെരഞ്ഞെടുത്തു. കേരള ബാങ്കിൽ എല്ലാ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കും അംഗത്വം നൽകണമെന്ന നബാർഡ് നിർദ്ദേശം CPM-ന് കനത്ത തിരിച്ചടിയായിരിക്കുകയാണെന്ന് DCC പ്രസിഡന്റ് ഹക്കീം കുനിൽ പറഞ്ഞു. കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ഹോസ്ദുർഗ് താലൂക്ക് സമ്മേളനം ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ഹോസ്ദുർഗ് താലൂക്ക് സമ്മേളനം ടൗൺ ഹാളിൽ വെച്ചാണ് നടന്നത്. DCC പ്രസിഡന്റ് ഹക്കീം കുനിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ 10,000-ലേറെ വരുന്ന കാർഷികേതര പ്രാഥമിക സംഘങ്ങളെ സഹകരണ മേഖലയുടെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തി തകർക്കുന്നതിനുള്ള ഗൂഢനീക്കമാണ് ഭരണത്തിന്റെ മറവിൽ CPM നടത്തിയിരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നബാർഡിന്റെ പുതിയ നിർദ്ദേശം പ്രായോഗികമല്ലെന്ന വകുപ്പ് മന്ത്രിയുടെ അഭിപ്രായത്തിലൂടെ ഗൂഢാലോചന വെളിപ്പെട്ടിരിക്കുകയാണെന്നും ഹക്കീം കുന്നിൽ കൂട്ടിച്ചേർത്തു. ഇതിന് തൊട്ടപ്പുറത്ത് ഹോസ്ദുർഗ് മാന്തോപ്പ് മൈതാനിയിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കേരളത്തിന്റെ ഏറ്റവും ഭീകരനായ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഒരു പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനത്തിൽ പോലും 10% പോലും സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കുന്നതിന് പോലും പ്രയാസപ്പെട്ട രീതിക്ക് PPSCയെ കേരളത്തിലെ വിദ്യാഭ്യാസ സമൂഹത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം നടത്തി. ഓരോ മേഖലയും സമരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാന ട്രഷറർ PK വിനയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. PK പ്രകാശ് കുമാർ, P ശോഭ, ജോസ് പ്രകാശ്, E വേണുഗോപാലൻ, K ബാലകൃഷ്ണൻ, കൊപ്പൽ പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. M മനോജ് കുമാർ സ്വാഗതവും V അശോകൻ നന്ദിയും പറഞ്ഞു. വിവിധ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിച്ച KCEF വനിതാ ഫോറം സംസ്ഥാന ചെയർപേഴ്സൺ E രുദ്രകുമാരി, M ബാലകൃഷ്ണൻ, P മോഹനൻ എന്നിവർക്ക് സമ്മേളനത്തിലൂടെ യാത്രയപ്പും നൽകി. യാത്രയപ്പ് സമ്മേളനം ജില്ലാ പ്രസിഡന്റ് PK വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. KP ജയദേവൻ അധ്യക്ഷനായി. സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ചെറുവത്തൂർ ശാഖ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ശാഖയിലെ വനിതാ വിങ്ങിനെയും പങ്കെടുപ്പിച്ചായിരുന്നു സംഗമം. ജില്ലാ പ്രസിഡന്റ് K നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ചെറുവത്തൂർ ശാഖയുടെയും വനിതാ വിങ്ങിന്റെയും നേതൃത്വത്തിലുള്ള കുടുംബസംഗമവും ജനറൽ ബോഡി യോഗവും ചെറുവത്തൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് സ്ക്വാഡൻ ലീഡർ K നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു. എത്രത്തോളം ബുദ്ധിമുട്ടുകൾ സമൂഹത്തിൽ അനുഭവിക്കുന്നുണ്ട്. ആ 3 വർഷക്കാലം വെളിയിലാക്കിയ അച്ഛനെയും അമ്മയെയും വീണ്ടും അവരുടെ സ്വന്തം ഭവനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി റിട്ടയർഡ് മേജർ C പുരുഷോത്തമൻ അധ്യക്ഷനായി. തലമുതിർന്ന വിമുക്ത ഭടന്മാരെയും വിധവകളെയും ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഡിസ്കസ് ത്രോയിൽ സ്വർണം നേടിയ KC സിദ്ധാർത്ഥം ആദരം ഏറ്റുവാങ്ങി. SLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളും A+ നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. പാടന്നക്കാട് കുറുന്തൂരിൽ തരിശുപാടത്ത് നെൽകൃഷി. സ്ഥലത്തെ JLG ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലായിരുന്നു കൃഷി. വിളവെടുപ്പ് കഴിഞ്ഞ ദിവസം നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭയിലെ 32-ാം വാർഡായ കുറുന്തൂരിലെ വയലിൽ നടന്ന ചടങ്ങിൽ
നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ ഉണ്ണികൃഷ്ണൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. 3 ഏക്കറോളം വരുന്ന തരിശുപാടത്ത് JLG ഗ്രൂപ്പുകളായ പുലരി, ഹരിത എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു കൃഷി. നമുക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായ ഭക്ഷ്യോൽപാദനങ്ങൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് തന്നെ നഗരസഭയ്ക്ക് തന്നെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നഗരസഭയുടെ റൈസ് എന്ന രീതിയിലേക്ക് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അതിന് വേണ്ട സംവിധാനങ്ങളൊക്കെ സർക്കാർ തലത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. കാഞ്ഞങ്ങാട് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് കർമ്മസേനയുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. KV ഷീല അധ്യക്ഷയായി. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സുജിനി, CDS അംഗം സജിനി, M ജാനകി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭരണഘടന സംബന്ധിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കാൻ ഭരണഘടനാ സന്ദേശയാത്ര മഞ്ചേശ്വരത്ത് നിന്ന് പ്രയാണം ആരംഭിച്ചു. P. കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. വെള്ളരിക്കുണ്ടിൽ വൈക്കോൽ ലോറിക്ക് തീപിടിച്ചു. തീ പടർന്നത് വൈദ്യുതി ലൈനിൽ നിന്ന്. ഡ്രൈവർ പുറത്തിറങ്ങി രക്ഷപ്പെട്ടതിനാൽ ആളപായമില്ല. പെരിയയിൽ ജനവാസ മേഖല ഉൾപ്പെടുന്ന 50 ഏക്കർ സ്ഥലത്ത് വൻ തീപിടുത്തം. തീയണച്ചത് നാട്ടുകാരുടെയും അഗ്നിരക്ഷാ സേനയുടെയും മണിക്കൂറുകളുടെ പരിശ്രമത്തിന് ഒടുവിൽ. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടർ തീവെച്ച് നശിപ്പിച്ചു. പള്ളം റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ വിജയശ്രീയുടെ സ്കൂട്ടറാണ് തീവെച്ച് നശിപ്പിച്ചത്. സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂളുകളോടുള്ള സർക്കാർ അവഗണന. സംയുക്ത സമരസമിതി 17-ന് കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തും. ഹർത്താൽ ദിനത്തിൽ അക്രമത്തിനിരയായ ബായാറിലെ അബ്ദുൽ കരീം മുസ്ലിയാരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കണമെന്ന ആവശ്യവുമായി PDP രംഗത്ത്. ഉന്നതതല അന്വേഷണം വേണമെന്നും നേതാക്കൾ. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ മഞ്ചേശ്വരം താലൂക്ക് കമ്മിറ്റി നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിന് ജനപിന്തുണയേറുന്നു. ഉപ്ല റെയിൽവേ സ്റ്റേഷന്റെ ദുരവസ്ഥയ്ക്ക് കാരണം ഉദ്യോഗസ്ഥരുടെ മാടമ്പി സ്വഭാവമാണെന്ന് P. കരുണാകരൻ MP. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.